ഹലോ, നമ്മൾ ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ 3 ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ്സാണ്. ഇന്ന് ഡേ 2 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് ബെഡാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഇതുപോലൊരു ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 3 മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 3 മീറ്റർ കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ 50 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. 50 ഇഞ്ച് ഒരു പീസ് വരുന്നത് 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുമാണ് വരുന്നത്. അപ്പോൾ 44 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് എങ്കിൽ 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുള്ള ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തത് 36 ഇഞ്ചിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ച് വേണം നമ്മൾ അത് നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് നമ്മൾ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യണം. ഇതുപോലത്തെ 2 പീസ് എടുക്കണം. 50 ഇഞ്ച് ലെങ്ത്തും വിടുത്തുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലൊരു ക്ലോത്ത് ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്യുക. 4 ആക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് 25 ഇഞ്ച് ലെങ്ത്തും 25 ഇഞ്ച് വിടുത്തുമാണ് നമുക്ക് ഈ ക്ലോത്ത് കിട്ടുക. ഇനി ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് അംബ്രല്ല കട്ടിങ്ങിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതാ 25 ഇഞ്ച് ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മീറ്റർ വെച്ചിട്ട് ഇതുപോലെ അംബ്രല്ല കട്ടിങ്ങിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ അളവ് മെഷർമെൻ്റ് എടുത്തിട്ട് വരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അംബ്രല്ല കട്ടിങ്ങിൽ വേണം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേറെ ഒരു 50 ഇഞ്ചിൻ ക്ലോത്തും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ. അപ്പോൾ ആ 2 ക്ലോത്തും കൂടെ വെച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ ക്ലോത്ത് അതുമ്മ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ക്ലോത്ത് ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ 2 പീസും നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക. ഒരു ക്ലോത്താണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കണത്, ഒരു സൈഡൊക്കെ വരുന്ന ക്ലോത്ത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റേ ക്ലോത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗത്തേക്ക്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഫോൾഡിങ് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം
ഇനി ഈ ക്ലോത്ത് ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് വരച്ചെടുക്കാൻ ഈസിയാണ്. അതുകൊണ്ട്